ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചൊരു സംശയമാണ്, ഈ പച്ചമുളക് ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടു. ശരിയാണോ? അങ്ങനെ ആണെങ്കിൽ തന്നെ പച്ചമുളക് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ പണ്ടുകാലം മുതൽ തന്നെ ഈ പച്ചമുളക്, കാന്താരി മുളക് എല്ലാം തന്നെ കൊളസ്ട്രോളിന് നല്ലതെന്ന് കരുതിയിട്ട് ചിലർ ഇത് നമ്മുടെ കറികളിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാറുണ്ട്. ചിലർ കാന്താരി മുളക് ഇടിച്ച് ചതച്ചതിൻ്റെ ചാറെടുത്ത് വെറും വയറ്റിലൊക്കെ കുടിച്ച് വയറിനകത്ത് പല കംപ്ലയിൻസും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ മുളക് ഐറ്റംസിന് ഈ ഒരു കഴിവുണ്ടോ? പറഞ്ഞുതരാം. മുളകിനകത്ത് പ്രത്യേകിച്ച് ഈ കാന്താരി മുളക്, പച്ചമുളക് എല്ലാ വിഭാഗത്തിനകത്തും എരിവ് കൊടുക്കുന്നത് ക്യാപ്സസൈൻ എന്ന് വിളിക്കുന്ന ഒരിനം ആൽക്കലോയിഡാണ്. ഈ ക്യാപ്സസൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് നമ്മുടെ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളുള്ള LDL കുറച്ച് ഗുഡ് കൊളസ്ട്രോളുടെ HDL കൂട്ടാനുള്ള ചെറിയൊരു കഴിവുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ മുളക് ഐറ്റംസ് പൊതുവേ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസമൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഇവ കഴിക്കുന്ന ഒരു രീതിയും പ്രധാനമാണ്. മാത്രമല്ല ഇത് ണ്ടാകുന്ന എഫക്റ്റിനെ കുറിച്ചും പറഞ്ഞു തരാം. നമ്മൾ ഈ കാന്താരി മുളകാണെങ്കിലും പച്ചമുളകാണെങ്കിലും സാധാരണ ചെയ്യുന്ന എന്താണ്? പാകം ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിനകത്തിട്ട് നമ്മൾ പാകം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിനകത്തുള്ള കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ കാന്താരി മുളകോ പച്ചമുളകോ കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പാകം ചെയ്യുന്ന പ്രോസസ്സിലുള്ള ടെമ്പറേച്ചർ ഒരു പ്രധാന വിഭാഗമാണ്. സാധാരണഗതിയിൽ ചെറിയ ചൂടിനകത്ത് നമ്മൾ പച്ചമുളക് ചൂടാക്കുന്ന സമയത്ത് അത് എഫക്റ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കും ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മളിവിടെ സാധാരണ പാകം ചെയ്യുമ്പോൾ ഈ ഭക്ഷണം കുക്ക് ചെയ്യുന്നതിൻ്റെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 200 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 200 ഡിഗ്രിക്ക് മുകളിലേക്ക് ഈ പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ ചൂടായി കഴിഞ്ഞിരുന്നാൽ ഇതിനകത്തുള്ള ക്യാപ്സസിൻ എന്ന് വിളിക്കുന്ന ഈ ആൽക്കലോയിഡ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. നമ്മുടെ ശരീരത്തിന് ഇതുകൊണ്ട് ഗുണമുണ്ടാകത്തില്ല. മാത്രമല്ല എണ്ണയിൽ ഈ മുളക് കിടന്ന് വേകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഉയർന്ന ചൂടിൽ ഇത് ചൂടാക്കുന്നത് കൊണ്ടോ സംഭവിക്കുന്നത് ഇത് കൂടുതൽ നമുക്ക് നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പച്ചമുളക് അരച്ച് തേച്ച് നമ്മൾ പല കറികളൊക്കെ ഉണ്ടായി കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഉയർന്ന ടെമ്പറേച്ചറിലാണ് ഇവ കുക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന് വേറൊരു ഓപ്പോസിറ്റ് എഫക്റ്റ് കൂടിയുണ്ട്. കാന്താരി മുളകും പച്ചമുളകും എല്ലാം ഉള്ള ഇവിടെ ക്യാപ്സസിൻ നമുക്ക് ഈ കൊളസ്ട്രോൾ ചെറിയൊരളവ് കുറയ്ക്കും എന്നുള്ള വാസ്തവമാണെങ്കിലും ഇവ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്ത് എന്ത് സംഭവിക്കും? വയറിനകത്ത് ഇത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും, ദഹനക്കേട് ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ മുളക് ഐറ്റംസ് എന്ന് വയറിനകത്ത് ഒരു നീർക്കെട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വയറിനകത്ത് ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാകുകയും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കരൾ കൂടുതലായിട്ട് LDL കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗുണകരമാണെന്ന് കരുതി നമ്മൾ ഈ പച്ചമുളകോ കാന്താരി മുളകോ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് ചീത്ത കൊളസ്ട്രോൾ LDL കൂടുകയാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ മുളകിൻ്റെ എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ് കാരണം നമ്മുടെ കരൾ കൂടുതലായിട്ട് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഈ മുളക് കഴിക്കുന്ന ആൾക്കാരിൽ മാത്രമല്ല സംഭവിക്കുന്നത്. വിട്ടുമാറാതെ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഏതൊരാൾക്ക് നമ്മൾ പരിശോധിച്ചാലും കൊളസ്ട്രോൾ ലെവൽ ഒരല്പം ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഇതാണ്. യഥാർത്ഥത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ മുളക്, പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ കഴിക്കുന്നതിന് പകരം കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിച്ച് പ്രത്യേകിച്ച് രാത്രി ഒരു 6 മണിക്ക് ശേഷം വളരെ ലൈറ്റായിട്ട് ഇപ്പോൾ ഒരു ആപ്പിൾ, പേരയ്ക്ക പോലുള്ള പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് നിങ്ങൾ കൂടുതലും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് പോലെ, അതായത് ഇപ്പം നമ്മൾ കൊഴുപ്പ് കഴിച്ചാലോ എണ്ണ കഴിച്ചാലോ ആണ് കൊളസ്ട്രോൾ കൂടുന്നത്. അങ്ങനല്ല. നിങ്ങൾ മധുരം കഴിച്ചാലോ ജ്യൂസ് കഴിച്ചാലോ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചിരുന്നാലോ ഇത് നമ്മുടെ കരൾ കൂടുതലായിട്ട് കൊഴുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്ന കുറച്ചിട്ട് പകല് നന്നായിട്ട് വ്യായാമം ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഊർജ്ജത്തിനെ കത്തിച്ച് കളയുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കലക്കി കുടിക്കാതെ അല്ലെങ്കിൽ പച്ചമുളക് കൂടുതൽ ഉപയോഗിക്കാതെ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതല്ലേ നല്ലത്? നമ്മൾ ഇത്തരത്തിൽ ഒരു അസുഖം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കി ഓപ്പോസിറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നല്ലത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി കൊളസ്ട്രോൾ കൂടുതൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചമുളക് എന്ന രീതിക്കല്ല, നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലേവറിന് വേണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം സാലഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾ പച്ചമുളക് അരിഞ്ഞിടുക. നല്ലത് തന്നെയാണ്. അവയ്ക്കകത്ത് ഫൈബേഴ്സ് ഉണ്ട്, ചില ശരീരത്തിന് ഗുണകരമായിട്ടുള്ള മിനറൽസ് ഇറങ്ങിയിട്ടുണ്ട്, നല്ലത് തന്നെയാണ്. അവ അരിഞ്ഞിട്ട് കഴിക്കുക. കഴിയുന്നത്ര മുളക് പാകം ചെയ്യാനായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോഴും പലരും പച്ചമുളകും കാന്താരി മുളകും ഒക്കെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.